പട്ടണമാ. ദുബായ് ഇതിനും വലിയ പട്ടണമാ. നീ കണ്ടിട്ടില്ല എന്താ? ഒന്ന് കാണണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ശരിയാക്കി ഞാൻ ഉടനെ വരാം. അല്ല, ഇത് വിമാനത്താവളമല്ലല്ലോ സർ? അല്ല, ഇവിടെയെങ്ങും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്ലോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാരമില്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് വേണ്ട ബാല, സാറ് പറഞ്ഞതനുസരിക്കാം. എന്നാ സാറ് പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം. നേരെ സന്ധ്യയാറായല്ലോ. ടിക്കറ്റ് എടുക്കാനെന്ന് പറയാൻ ഇങ്ങോട്ട് പോയതാ. അതാ എനിക്കും പിടികിട്ടാത്തെ. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? അയ്യോ, ഇത് ബോംബെ നഗരമാണ്. ഇവിടം വിട്ട് എങ്ങും പോരുന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴായിരിക്കും ടിക്കറ്റുമായിട്ട് ഇവിടെ വരുന്നത്. ആ, അതും ശരിയാ. ചിലപ്പോ ദുബായിക്കുള്ള ടിക്കറ്റ് കിട്ടാൻ വലിയ വിഷമമായിരിക്കും. ഏതായാലും കുറച്ചുകൂടി നോക്കാം. പലതും സഹിക്കാതെ ഒരു നല്ല കാര്യം നടക്കുമോ? മലയാളികളാണല്ലേ? അതെ സാർ. ഞങ്ങൾ ദുബായിക്ക് പോകാമെന്നവരാ. എന്നിട്ടെന്താ ഇവിടെ നിൽക്കുന്നത്? ബോസ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ദുബൈക്ക് അയക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാ. ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പേ പോയതാ. ഇതുവരെ കണ്ടില്ല. എന്റെ പൊന്നു സ്നേഹിതന്മാര്, നിങ്ങൾക്ക് എന്നെ പോലെ കളിപ്പിരി പറ്റിയെന്നാ തോന്നുന്നത്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? എന്നെയും ഒരു ദ്രോഹി ദുബായിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടന്നു കളഞ്ഞു. ഞാനിപ്പോ ഇവിടെ കിടന്ന് തെണ്ടി തിരിയുക. പടച്ചോനെ, അവൻ നമ്മൾ ചതിച്ചാണോടാ കാതരെ? ഇതിവിടെ നിത്യ സംഭവമാ. നിങ്ങളെ പറ്റിച്ചവനെ ഈ ജന്മത്തെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കണ്ട. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി ചേരാൻ നോക്കും. എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പോവോ? എന്റെ പടച്ചോനെ, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. നമ്മൾ തീരെ ശുദ്ധഗതിക്കാരായപ്പോഴാണ് അബദ്ധം. ഇനി ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. എങ്ങനെ പോകാനാടാ? ഭക്ഷണം കഴിക്കാനുള്ള കാശ് പോലും ആ ദ്രോഹി തട്ടിക്കൊണ്ട് പോയില്ലേ? മതി 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 മോളെ, മതി. നിങ്ങളും ഇരുന്ന് കഴിക്കും മക്കളെ. മുന്നോട്ട് കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം. മോളെ, കാതറും ബാലനും ദുബായിലെത്തുമ്പോ ഞമ്മക്കൊരു എഴുത്തയക്കാം. എന്തിനാന്നല്ലേ, ഈ മറിയാമ്മന്റെ കെട്ടിയ വീഡിയോ ഉണ്ടല്ലോ, അല്ല റെപ്പായി, അവൻ ഒരു വീഡിയോ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ? കാതറും ബാലനും വരുമ്പോ ഒരു 10 വീഡിയോ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് കാണിച്ചോളൂ. ബാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ എത്തിക്കോട്ടെ മുല്ലാക്ക. അവിടെ ചെന്ന് ഇറങ്ങി കാണും മോളെ. ദുബായ് എന്ന് പറഞ്ഞ ഒന്ന് കാണേണ്ട നാടാണ്. അവിടുത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റാണ്. ആ, ഏതോ പിള്ളേര് കടിച്ച് വലിച്ചെറിഞ്ഞാണ് ഈ റെപ്പായി പെറുക്കി കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. ചിരിക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. ദുബായ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട നാടാണ്. ഈ നമ്മളെ തേങ്ങണ്ടിയും വെളിച്ചെണ്ണ വെക്കില്ലേ, അവിടെ കെന്റിന്നല്ലേ മുക്കിയെടുക്കണത്. മുല്ലാക്ക പറയണത് കേട്ടാ എല്ലാം നേരിട്ട് പോയി കണ്ട പോലെ തോന്നണേ. ഏയ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇതെല്ലാം പടച്ചോ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലേ.
പോയോ? ടിക്കറ്റ് ടിക്കറ്റ് പ്ലീസ്. ടിക്കറ്റ് എവിടെയാണോ ചോദിച്ചത്? ടിക്കറ്റ് ഇല്ല സാർ. കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് സാർ ടിക്കറ്റ് എടുക്കാത്തത്. ഞങ്ങൾ കള്ളന്മാരാ. നിങ്ങൾ എവിടുന്നാ കയറിയത്? ബോംബെയിൽ. ഞങ്ങൾ ഒരു ചതിയിൽ അകപ്പെട്ട ബോംബെയിലെത്തിയത്. ഇപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക. അടുത്ത സ്റ്റേഷനിൽ ഇവരെ പോലീസിൽ ഏൽപ്പിച്ചത്. ഞങ്ങൾ സാധുക്കളാണ് സാർ. കുറെ കൂടി ദയവ് കാണിച്ചു. ആ റെയിൽവേ കോടതി പറഞ്ഞാൽ മതി. അതെ മേനേജ് നമ്മുടെ കാതുമല്ലേ നമ്മളെ വഴിയിൽ ബോംബെ ടിക്കറ്റ് ഇല്ലാതെ ഇപ്പോഴാണ് ഞങ്ങൾ പിടികൂടിയത്. എങ്കിലും സാറേ ഇത് എന്റെ നാട്ടുകാരാ. മധുരാജി വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മേനോൻ ചേട്ടൻ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാ ബോംബെയിൽ വന്നത്? ഞങ്ങൾ ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവിടെ ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നു. ഇനി ഞങ്ങൾ തത്സമയത്തേക്കൊന്ന് നിൽക്കാൻ മേനോൻ ചേട്ടൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലെ പാർസൽ സെക്ഷനിലെ ടെമ്പററി ആയിട്ട് ആളെടുക്കണമെന്ന് കേട്ടു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ? വലിയ ഉപകാരം. ആ അയ്യോ ബാല, കെട്ടിപ്പൊട്ടിപ്പോയി. അബദ്ധം പറ്റിപ്പോടാ. ഏതായാലും നമുക്കിത് ഭദ്രമായി ഗോഡൌണിൽ തന്നെ സൂക്ഷിക്കാം. ആരുടെ വിലാസമാണ് വന്നതെന്ന് ഒന്ന് വായിക്കാമോ? മിസ്റ്റർ ചന്ദ്രസേനൻ, നമ്പർ 5, സ്റ്റെർലിംഗ് അവന്യൂ, തുങ്കമ്പാക്കം, മദ്രാസ് 34. ചന്ദ്രസേനൻ ഹിയർ. മിസ്റ്റർ സുരേന്ദ്രനല്ലേ? ഞാൻ പിന്നെ വിളിച്ചത്, നാളെ എനിക്കൊരു വലിയ എൻഗേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഗുരുവായൂരുള്ള മാരേജ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫാമിലി ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോ എന്റെ വൈഫിനെയും കുഞ്ഞിനെയും നിങ്ങളുടെ കൂടെ അയക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. താങ്ക് ഡാഡി യു. മോൻ റെഡിയായോ? എപ്പോഴേ റെഡിയായി. വെരി ഗുഡ്. വേലപ്പാ, ഡ്രൈവർ രാഘവൻ വന്നില്ല. വന്നിട്ട് വളരെ നേരമായി. എന്നാൽ മോനെ സ്കൂളിൽ വിട്ടിട്ട് ആ വർക്ക്ഷോപ്പിലെ ബില്ലും വാങ്ങിയിട്ട് വരാൻ പറ. ഓ ടാറ്റാ മമ്മി, ടാറ്റാ ടാറ്റാ. ഇത് ഞാനൊരു കാര്യം പറയാം. എന്താ? ചന്ദ്രേട്ടൻ വരുന്നില്ലെങ്കിൽ വിവാഹത്തിന് ഞാനും പോകുന്നില്ല. എനിക്ക് വരാൻ കഴിയുമെങ്കിൽ ഞാൻ വരില്ലേ? നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ അയക്കാമെന്ന് തീരുമാനിച്ചത്. എങ്കിലും ഒരു എങ്കിലുമില്ല. എഞ്ചിനീയർ സുരേന്ദ്രൻ കുടുംബമുണ്ട്. അവരുടെ കമ്പാർട്ട്മെന്റിൽ തന്നെയാണ് നിനക്കും മോനും ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തത്. അവരുടെ കൂടെ പോയാൽ നിനക്കൊരു വിഷമം ഉണ്ടാവില്ല. ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞില്ലേ. വാ. വാ മോനെ വാ. വർക്ക്ഷോപ്പിലെ ബില്ല് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് മുതലാളി പറഞ്ഞു. ഓ രാഘവ, നീ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് ആ പാർസൽ ഓഫീസിൽ പോയിട്ട് ആ പാർസൽ കളക്ട് ചെയ്യും. ശരി മുതലാളി. ഞാനങ്ങോട്ട് വന്നേക്കാം. ധൃതി കൂട്ടണ്ട, വണ്ടി പോകാൻ നീ സമയം.
കാർ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. ഇറങ്ങും. ചന്ദ്രസേനൻ സാറിന്റെ പേരിലെ പെട്ടി വേണം സാർ. റെസീറ്റ്. ബാല, സാർ, ആ ബോക്സ് നമ്പർ 21 എടുത്തു കൊടുത്തേ. വരൂ. ആ, ക്ഷമിക്കണം, കാല് തെറ്റി താഴെ വീണ് പെട്ടി പൊട്ടിപ്പോയി. പെട്ടി പൊളിഞ്ഞു പോയി. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല സാർ. എടോ, പാർസൽ ഓഫീസ് നടക്കുന്ന വേലകളൊക്കെ എനിക്കറിയാം. പെട്ടിയിലുള്ള സാധനങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിട്ട് പെട്ടി പൊളിഞ്ഞു പോയെന്ന്. ഇത് ഞാൻ ഏറ്റെടുക്കില്ല. എന്താ രാഘവ? മലയാളി പെട്ടി പൊളിഞ്ഞു പോയത്. ആ, സാരല്ല, രാഘവൻ പെട്ടിയെടുത്ത് വണ്ടി കയറ്റും. എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം സാർ. നിങ്ങൾ പുതിയ ജോലിക്കാരാണല്ലേ? അതെ സാർ. ആ, പേരെന്താ? എന്റെ പേര് ബാലൻ. ഇവൻ ഖാദർ. എവിടെയാ നാട്? ചാവക്കാട്. വെരി ഗുഡ്, ഞാൻ വരട്ടെ. സാർ, എന്താണ്? ഇവിടത്തെ ജോലി ഞങ്ങൾക്ക് സ്ഥിരമല്ല. അതുകൊണ്ട് സാറ് മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ കൂടി നല്ലൊരു ജോലി. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി എന്റെ വീട്ടിലേക്ക് വരും. ഇതാ എന്റെ അഡ്രസ്. അയ്യോ വേണ്ട സാർ, വെച്ചോളൂ. ഈ പണം എനിക്ക് വേണം, എന്റെ ഒരു സ്വന്തം ആവശ്യത്തിന്. എന്റെ സ്വന്തം ആവശ്യം എന്താണെന്ന് നീ ചോദിച്ചില്ലല്ലോ. നിന്റെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട്. എന്റെ സ്വന്തം ആവശ്യത്തിനല്ല, നമ്മുടെ ആവശ്യത്തിന്. ഈ പണം ഇന്ന് തന്നെ നിന്റെ മക്കൾക്ക് അയച്ചു കൊടുക്കും. പാല, വാ. ഒരു എഴുത്തുണ്ട്. ആർക്ക്? ആധാർക്കാരുടെ വീട്ടിലേക്ക്. നമ്മൾ വരില്ല. പണം വെച്ചോ. അല്ല, മണിയോർക്കുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കട്ടെ. എവിടെയാണ് ഇവിടെ ഞാൻ ഇട്ടിക്കണല്ലോ. അതാ വിളിച്ചാ എന്താ മുല്ലക്ക? മുല്ലക്ക ബാപ്പാന്റെ എഴുതാണോ? ആ മോളെ മണിയോറിനുണ്ട്. എടാ ശൈത്താൻ റെപ്പായി, നീ ഇത് കണ്ട? പായക്ക് തീ പിടിക്കുമ്പോ പുറവെട്ടിന ഹംക്കെ നീ ഇത് കണ്ട? ആ, എഴുത്തൊക്കെ പിന്നെ നോക്കാം. മണിയോറിൽ എന്താ എഴുതി നോക്കാം. സ്നേഹം നിറഞ്ഞ സൈനബയും നബീസയും മുല്ലാക്കയും വായിച്ചറിയുവാൻ അള്ളോ നമ്മൾ മറന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെയാണ് ദുബായിലെത്തിയത്. അതെന്തത്ര താമസിച്ചത്? പ്ലെയിന് പഞ്ചറായി പോയി. ആ, വായിക്കാം. വന്നിറങ്ങിയ ഉടനെ തന്നെ റെയിൽവേ കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി. അഡ്വാൻസായി കിട്ടിയ ശമ്പളമാണ് ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നത്. കണ്ട മക്കളെ, വേല കിട്ടുന്നതിന് മുമ്പ് കൂലി. അതാണ് ഈ ദുബായ് നാടിന്റെ ഒരു വിശേഷം. വായിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പടച്ചോന്റെ പേരിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തം ബാപ്പ. നമുക്ക് ഇന്നലെ മറുപടി അയക്കണം. അതിനെന്താ ഇപ്പൊ തന്നെ അയക്കാലോ? അല്ല, അങ്ങോട്ട് ഇതാണുള്ള വിലാസം ഇതിൽ കാണുന്നില്ലല്ലോ. നിങ്ങൾ വിഷമിക്കാതിരിക്കും മക്കളെ. സന്തോഷം കൊണ്ട് എഴുതാൻ മറന്നു പോയതായിരിക്കും. അടുത്ത കത്ത് വരുമ്പോ നമുക്ക് അങ്ങോട്ട് എഴുതാം. അല്ലാ, റഹ്മാനായ തമ്പുരാനെ, ഈ കുട്ടികളുടെ ഒരു സന്തോഷം നീ കാണണം.